നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം ന്യൂസ് അറ്റ് 6 PM പ്രധാന തലക്കെട്ടുകൾ. ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പുതുവത്സര സമ്മാനം. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത വർഷം ഓഗസ്റ്റ് 15 കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആദ്യഘട്ടം സൂറത്ത് മുതൽ ബിലിമോറ വരെ. മുംബൈ അഹമ്മദാബാദ് പാത 5 ഘട്ടമായി പൂർത്തിയാക്കും. പരമാവധി വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു. ആദ്യം സർവീസ് നടത്തുക ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വ്യാപ്തിയേറുന്നു. ശബരിമലയിൽ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചെന്ന് SIT റിപ്പോർട്ട്. കൊള്ളയടിച്ചത് 7 പാളികളിലെ സ്വർണം. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നതായി SIT കോടതിയിൽ. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ ഇടപെടലെന്ന് അടൂർ പ്രകാശ്. ആക്ഷേപമുന്നയിക്കുന്നത് അത് ശീലമാക്കിയവരെന്നും കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലെന്നും മുഖ്യമന്ത്രി. എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ളവരുടെ അടുത്തെത്തിപ്പെടാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി. ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPI വഞ്ചനയും ചതിയും കാണിക്കുന്ന പാർട്ടിയല്ല. LDFിലെ പ്രധാന കക്ഷിയെന്നും CPIയുമായി CPMന് നല്ല ബന്ധമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ നവകേരള റെസ്പോൺസ് പരിപാടിക്ക് തുടക്കമായി. ലക്ഷ്യം 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കുക. സർക്കാർ തീരുമാനം ജനുവരി 20 നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നടപടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ. മരണം അണുബാധയെ തുടർന്നെന്ന ആക്ഷേപവുമായി കുടുംബം. പുതുവർഷാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിൽ ബാറിൽ സ്ഫോടനം. 40-ലേറെ പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. മരണസാധ്യത ഉയരാൻ സാധ്യത. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ ഇടപെടലെന്ന കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്ഷേപമുന്നയിക്കുന്നത് അത് ശീലമാക്കിയവരാണെന്ന് മുഖ്യമന്ത്രി. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നത് സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണെന്നും മുഖ്യമന്ത്രി. SIT നല്ല രീതിയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള നിരീക്ഷണം. സോണിയാഗാന്ധിയുടെ കൂടെയുള്ള പോറ്റിയുടെ ചിത്രത്തിൽ നിന്നാണ് അടൂർ പ്രകാശ് ആരോപണമുയർന്നത്. എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ളവരുടെ അടുത്തെത്തിപ്പെടാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്. അതവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന 2 വ്യക്തികൾ, അതിൽ ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാണ്. ഈ 2 പേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് 2 പേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം?
പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിലും പ്രതികരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI വഞ്ചനയും ചതിയും കാണിക്കുന്ന പാർട്ടിയല്ല LDFിലെ പ്രധാന കക്ഷിയെന്നും CPIയുമായി CPMന് നല്ല ബന്ധമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കാറിൽ കയറ്റിയ നടപടി ശരിയെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, അതുപോലെ തന്നെ CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ മറുപടിയാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റത്തൂരിലെ വിഷയത്തിലടക്കം മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങളുമായി ആൻഫിലിഡ് ഡിസൂസ ചേരുന്നു. അതിനു മുമ്പ് CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാണാം. അല്ലല്ലോ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറ് കയറ്റിലായിരിക്കും. ഞാൻ കാറ് കയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ? നിങ്ങൾ നേരത്തെ ചോദിച്ചു, നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെപ്പറ്റി. എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞല്ലോ. കൂടുതൽ വിശദാംശങ്ങളുമായി ആൻഫിലിഡ് ഡിസൂസ ചേരുന്നു. ആൻഫിലിറ്റ്, ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, അതുപോലെ തന്നെ CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിലൊക്കെ മുഖ്യമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത് വ്യക്തതയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടൂർ പ്രകാശിനും കോൺഗ്രസിനുമെതിരെയൊക്കെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ CPIക്കെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു. എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ ഏറ്റവും പ്രധാനമായി കാണുന്നത് ശബരിമല സ്വർണ്ണക്കൊലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ്. അതായത് അടൂർ പ്രകാശ് ഇന്നുണ്ടായ ഏറ്റവും വലിയൊരു സംഭവ വികാസമാണ് അടൂർ പ്രകാശ് MP ഉന്നയിച്ച ആരോപണം. തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത പരത്തുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ നീക്കമുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിയാണ് എന്ന കടുത്ത ആരോപണമാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത്. അതിന് മറുപടി പറയവെയാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായി തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രം, ആ ചിത്രത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണി 2 MPമാർ എങ്ങനെ വന്നുവെന്ന് അവർ മറുപടി പറയണം. അതായത് ഏറ്റവും പ്രസിദ്ധനായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളിയായ പോറ്റിയും സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും രണ്ടുപേരും സോണിയാഗാന്ധിയെ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് കഴിഞ്ഞ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു പറഞ്ഞതാണ്. വളരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സോണിയാഗാന്ധിയുടെ കൂടെ ഇവർക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്, എന്തുകൊണ്ടാണ് അടൂർ പ്രകാശും ഈ ആന്റോ ആന്റണിയും ഇവരുടെ ഒപ്പം നിന്നത്, ഇവർക്ക് എങ്ങനെ അപ്പോയിന്റ്മെന്റ്, ഇവർക്ക് എന്ത് ബന്ധമാണുള്ളത്, അതിൽ വ്യക്തത വരുത്തുക, അതേക്കുറിച്ച് വിശദീകരിക്കുക. അതിന് പകരം അത്തരം ചോദ്യങ്ങൾക്ക് കൊഞ്ഞനക്കുത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇടപെട്ടു എന്നുള്ള ആരോപണങ്ങൾ എന്ന കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് പകരം കൊഞ്ഞനം കുത്തുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കാണുന്നു. എന്തുകൊണ്ട് സോണിയാഗാന്ധി, അതായത് പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം മുഖ്യമന്ത്രി പറയുന്നത്, അതിനു മുമ്പ് പോറ്റി കയറിയത് എവിടെയാണ് എന്നിപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടല്ലോ. ഇതിനുള്ള കാരണം എന്താണ്? ആരാണ് ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? ഇതിനെപ്പോഴും മറുപടി പറയാൻ UDF കോൺഗ്രസ് തയ്യാറാകുന്നില്ല. പകരം മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നു. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണ സംഘത്തിലെ ചോദ്യം ചെയ്യലിനും ആ നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അതേക്കുറിച്ചുള്ള ചോദ്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്, അന്വേഷണ സംഘമാകുമ്പോൾ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാകും, അതിൽ വ്യക്തത വരുത്താൻ അവർ ചോദ്യം ചെയ്യുന്നു എന്നതല്ലാതെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ച് പറയുന്നു. എന്നാൽ ഈ സോണിയാഗാന്ധിയുമായുള്ള ചിത്രവും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുള്ള മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ച് രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CPI മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും CPIയുടെ വിമർശനവും ഒക്കെ തന്നെയും മുഖ്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തത വരുത്തുകയാണ്. അതായത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ CPI
ചതിയൻ ചന്തുവാണ് എന്ന് പറഞ്ഞ പരാമർശം പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി. CPI ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മുന്നണിക്കാരുടെ ഊഷ്മള ബന്ധമാണ് CPIയും CPIക്കും ഉള്ളത്. ഏതെങ്കിലും രീതിയിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തൊരു പാർട്ടിയാണ് CPI എന്നില്ല. അങ്ങനെ ബോസിൽ CPI എന്നില്ല, അത്തരത്തിലുള്ള പാർട്ടിയല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അദ്ദേഹം തള്ളുകയാണ്. അതായത് നേരത്തെ തന്നെ CPIയുടെ ഗോവിന്ദനായാലും MA ബേബിയാലും ജനറൽ സെക്രട്ടറിയാലും സംസ്ഥാന സെക്രട്ടറിയാലും പൂർണ്ണമായി തള്ളി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ ആ പ്രസ്താവനയെ CPIക്കെതിരായ കടുത്ത വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിന്റെ ആ പ്രസ്താവനയെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറയുകയും CPI അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല എന്ന് അടിയറയിട്ട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പക്ഷെ അതേസമയം വെള്ളാപ്പള്ളി കാറിൽ കയറ്റി എന്ന വിമർശനം CPIയുടെ ബിനോയ് വിശ്വത്തിന്റെ വിമർശനം, അതായത് താനായിരുന്നെങ്കിൽ ഹസ്തദാനം ചെയ്യുക, അഭിവാദ്യം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കാറ് കയറ്റാൻ നിൽക്കുന്നു, താനാണെങ്കിൽ കാറ് കഴിക്കുകയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞത്. ആ ചോദ്യത്തിന് കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ബിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ എന്ന കടുത്ത ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ഇപ്പോഴും കാറ് കയറ്റിയതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് ആ നിലപാട് ശരിയെന്ന് തന്നെയാണ് താൻ പറയുന്നത്. അത് ഉറച്ചു നിൽക്കുന്നു. ബിനോയ് വിശ്വം കാറിൽ കയറ്റില്ലായിരിക്കും, പക്ഷെ താൻ കാറിൽ കയറ്റിയ ആ സാഹചര്യം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചതാണ്. ആ നിലപാടിൽ ഒരു മാറ്റവും എന്ന് പറയുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിന്റെ നിലപാട് മുഖ്യമന്ത്രി ഇപ്പോഴും അതിനെ ആവർത്തിക്കുന്നു. അത് തിരുത്താൻ തയ്യാറുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയും മറ്റൊരു രൂക്ഷമായ ഭാഷയിൽ ബിനോയ് വിശ്വത്തിന് മറുപടി നൽകുകയും ചെയ്യുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ ചതിയന്റെ പ്രയോഗത്തെ പൂർണ്ണമായി മുഖ്യമന്ത്രി തള്ളുന്ന ഒരു നിലപാട് കൂടിയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. ശരി, ആൻഫിലി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല വിഷയത്തിൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രമായിരുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. തനിക്ക് യാതൊരു അറിവുമില്ല, തന്നെ വിളിപ്പിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നു. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകളുള്ളത്. പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും കർണാടക ബെല്ലാരിയിലെ റോദം ജുവലേഴ്സ് ഉടമ ഗോവർദ്ധന്റെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ടിലാണ് ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണ കവർച്ചയാണെന്ന് വ്യക്തമാക്കുന്നത്. ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും കട്ടിളയുടെ മുകൾപ്പടിയിലെ ചെമ്പുപാളിയിൽ പതിച്ചിട്ടുള്ള ശിവരൂപം, വ്യാളി രൂപമടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികൾ എന്നിവയുൾപ്പെടെ 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, ശ്രീകോവിലിലെ തൂണുകളിൽ പതിച്ചിരുന്ന സ്വർണം എന്നിവയാണ് വേർതിരിച്ച് കവർന്നത്. 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം കർണാടക ബെല്ലാരിയിലെ റോദം ജുവലേഴ്സ് ഉടമയും 10ാം പ്രതിയുമായ ഗോവർദ്ധന്റെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ജ്വല്ലറിയിൽ നടന്ന പരിശോധനയിൽ 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അധിക സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ടെന്നും അറസ്റ്റിലുള്ള മറ്റു പ്രതികൾ ഇതിന് സഹായകരമാംവിധം പ്രവർത്തിച്ചതായും ഹൈക്കോടതിയിൽ നൽകിയ SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ തങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വ്യക്തമാകുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, തൊണ്ടി മുതൽ കണ്ടെത്തണം. കവർച്ച ചെയ്ത സ്വർണം വിദേശത്തേക്ക് കടത്തി. ഹൈക്കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം. മുഖ്യമന്ത്രി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. മതനിരപേക്ഷത CPM എന്നോ കൈവിട്ടുവെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. ഈ സ്വർണം വളരെ ആസൂത്രിതമായ നിലയിലാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ എവിടെ? വിദേശ രാജ്യങ്ങളിലേക്ക്, അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക്
ആൻറ്റിക്സായി ഇത് കടത്തിയാൽ വലിയ കോടാനുകോടി ഇവിടെ ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിദേശ മലയാളി കാര്യം പറഞ്ഞപ്പോൾ ഞാൻ SITയുടെ മുമ്പിൽ ചെന്ന് പറയാമെന്ന് കരുതിയത്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഡൽഹി യാത്രയെപ്പറ്റി മൊഴി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് മൊഴി നൽകിയത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും മൊഴിയെടുത്തത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അടൂർ പ്രകാശിനൊപ്പം സോണിയാഗാന്ധിയെ ഡൽഹിയിൽ സന്ദർശിച്ചതിന്റെ വിശദാംശങ്ങൾ പോറ്റി SITക്ക് മൊഴിയായി നൽകിയത്. പോറ്റിയുമായുള്ള ബന്ധത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് മൊഴിയെടുത്തത്. ഇതോടൊപ്പം മൂവരെയും ഒന്നിച്ചിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് വേർതിരിച്ച സ്വർണം കൈമാറ്റം ചെയ്തത് സംബന്ധിച്ചും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായാണ് ഇത്. ദ്വാരപാലക ശില്പത്തിലെ പാളികൾ 2025 സ്വർണം പൂശാനെടുത്ത മിനിറ്റ്സിന്റെ രേഖകളുമായി ചോദ്യം ചെയ്യലിനെത്തണമെന്ന് നേരത്തെ SIT നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ പോറ്റിയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളതായി സംശയിക്കുന്ന എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിലയിരുത്തൽ നടത്തി ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. ജനുവരി 15 വരെയാണ് വിജിലൻസ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തത്. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു കോടതി നടപടികൾ. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. നവകേരള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാനും സർക്കാർ ഇന്നു മുതൽ താഴെത്തട്ടിൽ ഇറങ്ങിച്ചെല്ലുന്നു. വികസനത്തിലും സമാധാനത്തിലൂന്നിയ കേരളമാണോ വർഗീയതയിലൂന്നിയ ഭരണമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി. ജനുവരി 20 നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സർക്കാരിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നു. നവകേരള പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി ജനങ്ങളുമായി ആശയസംവാദമാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷത്തെ ഭരണനേട്ടങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു മനസ്സിലാക്കും. ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, സാമ്പത്തികം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് മുഖ്യമന്ത്രി. വിവിധ വിഷയങ്ങളിൽ കേന്ദ്രം കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും വികസനത്തിൽ കേരളം മുന്നേറി എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. വർഗീയതയിലൂന്നിയ കേരളമാണോ വികസനവും സമാധാനവും നിലനിൽക്കുന്ന നാടാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ വിഷയം ഉയർത്തിക്കാട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് സർക്കാർ. ഈ മാസം 20 സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 29 സംസ്ഥാന ബജറ്റ് അവതരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. DYFI നിലപാട് വ്യക്തമാക്കണം. സുതാര്യമായി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് പാഴ്വാക്കായി. ബോർഡ് നിയമനങ്ങൾ കൂടി ചേർത്ത് PSC വഴിയുള്ള നിയമനങ്ങൾ സർക്കാർ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെടുത്തിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 9.5 വർഷ കാലഘട്ടത്തിനിടയിൽ, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോട്, PSCയുടെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമനങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല.
കാസർഗോഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പണം വാങ്ങിയെന്ന ആരോപണം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. കോൺഗ്രസ് കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ നായിക്കിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു വിജയിച്ച പുത്തിഗെ ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സോമശേഖരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾ പണം വാങ്ങിയെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എൻമകജെ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്ക് 50,000 രൂപ വീതം വാങ്ങിയെന്നാണ് ആരോപണം. ലീഗ് ജില്ലാ നേതൃത്വം വാങ്ങരുതെന്ന് പറഞ്ഞിട്ടും പ്രാദേശിക നേതൃത്വം പണം വാങ്ങിയെന്നും പണം വാങ്ങിയതിന് തെളിവുണ്ടെന്നും ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നു. മുണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് സോമണ്ണന്റെ വീണ്ടും ഇടുമ്പോക്കാന്ന് ഞാൻ പറയുന്നത് 50,000 രൂപ പോലെ അവിടെ മേടിച്ചിട്ടുണ്ട് സോമണ്ണന്റെ കയ്യിൽ നിന്ന് ഇവർ ഓരോരു വാർഡിലേക്ക്. അത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാം, തെളിവ് കാണിച്ചു കൊടുക്കാം. 50,000 രൂപ പോലെ 50,000. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത് സോമണ്ണന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാൻ പാടില്ല, വേണമെങ്കിൽ സോമണ്ണനെ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സീറ്റ് പിടിക്കേണ്ടത് സോമണ്ണാണ്. പുത്തികലോ പയ്യൂലിക്കലോ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അവരിങ്ങോട്ട് ചെലവിന് വേണമെന്ന് ചോദിച്ചിനി. പക്ഷെ ഈ 4 വാർഡിൽ 50-50 കൊടുത്തിനി. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ റൂട്ട് പ്രഖ്യാപിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് റൂട്ട് പ്രഖ്യാപിച്ചത്. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ആദ്യം സർവീസ് നടത്തുക. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അടുത്ത വർഷം ഓഗസ്റ്റ് 15 കേന്ദ്രമന്ത്രി അറിയിച്ചു. ആദ്യഘട്ടം സൂറത്ത് മുതൽ ബിലിമോറ വരെയായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ. മുംബൈ അഹമ്മദാബാദ് പാത 5 ഘട്ടമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ദീർഘദൂര യാത്രക്കാർക്കും രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ലോകോത്തര സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ ട്രെയിൻ. वंदे भारत स्लीपर का जिस तरह से आपने देखा, वंदे भारत चेयर कार का बहुत अच्छे तरीके से रैंप अप किया गया और बहुत ही सिस्टमेटिक तरीके से रैंप अप किया गया. तो वंदे भारत स्लीपर में भी करीब 1 साल से टेस्टिंग इम्प्रूवमेंट्स की जो साइकिल होती है वो साइकिल अब कंप्लीट हो गई. CRS का इंस्पेक्शन होने के बाद में CRS का सर्टिफिकेट मिल गया, तो अब इसकी कंप्लीट डिज़ाइन वगैरह सब कुछ स्टैंडर्डाइज हो गया है. तो अब इसका प्रोडक्शन को रैंप अप करेंगे. करीब और 8 ट्रेन्स अगले 6 महीने के अंदर बन के आ जाएंगी. 8 गाड़ियां और 6 महीने में बन के आ जाएगी. और इस साल के एंड तक करीब 12 ट्रेन्स बन के रेडी हो जाएंगे और फिर अगले साल बहुत बड़े तेजी से रैंप अप हो जाएगा. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. അതിലേക്ക്